ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് സ്റ്റാറ്റിൻ്റെ ബാലൻസാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ അർത്തമാറ്റിക് മീൻ, വെയ്റ്റഡ് മീനൊക്കെ പറഞ്ഞു. ആ അർത്തമാറ്റിക് മീനിൻ്റെ ബാലൻസായിട്ട് വരുന്ന മറ്റൊരു ആവറേജ് വാല്യൂ ആണ് ഹാർമോണിക് മീൻ എന്ന് പറയും. ഇത് വലിയ അർത്തമാറ്റിക് മീൻ പോലൊന്നും അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല, അത്ര വലിയൊരു പോപ്പുലർ വാല്യൂ ഒന്നുമല്ല. ഡിഗ്രിക്കൊക്കെ ഉണ്ട് ഹാർമോണിക് മീൻ. അപ്പോൾ അതൊന്ന് പറയാം. അത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കാൻ, ജനറൽ പ്രൈസിൻ്റെ ആവറേജ് എടുക്കാൻ, അങ്ങനെയൊക്കെ വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങളെ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ അർത്തമാറ്റിക് മീനിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ഒരു കാൽക്കുലേഷനാണ് ഇത്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള നമ്പേഴ്സൊക്കെ വന്നാൽ മാത്രമേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. നേരെ മറിച്ച് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വാല്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹാർമോണിക് മീൻ അല്ലെ HM അതത്ര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ആവറേജ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ കേസിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു സ്പെഷ്യൽ കേസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് വരുമ്പോൾ നമുക്ക് വേണ്ടത് n/σ 1/x എന്ന്. ഈ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വാല്യൂ തരും. ആ വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ കാണണം, ആ റെസിപ്രോക്കലിൻ്റെ മീൻ കാണണം. എന്നിട്ട് ആ മീനിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കറക്റ്റ് പറഞ്ഞാൽ ഹാർമോണിക് മീൻ എന്ന് പറയും. അപ്പോൾ എന്താ, ഗിവൺ വാല്യൂസിൻ്റെ റെസിപ്രോക്കലിൻ്റെ മീനിൻ്റെ റെസിപ്രോക്കൽ. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്കറിയാം സ്മോൾ ലെറ്റർ n ആണ്, നമ്പർ ഓഫ് വാല്യൂസാണ്. പിന്നെ 1/x, ആ തന്നിരിക്കുന്ന ഓരോ എക്സ് വാല്യൂവേ, അതായത് അതിൻ്റെ റെസിപ്രോക്കൽ 1/x കാണണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തിലെ ഇക്വേഷൻ. അപ്പോൾ HM എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ n/σ 1/x ആണ്. ഇവിടെ അതാണ്ട് ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് വാല്യൂ 5, 10, 15, 20, 25. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട് എണ്ണി നോക്കുമ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, 1/x ആണ്. ഈ തന്നിരിക്കുന്ന ഓരോ എക്സ് വാല്യൂ 1ൽ നിന്ന്, അതായത് 1 ഓരോ എക്സ് വാല്യൂ. ആദ്യം 1/5. അപ്പോൾ ശരിക്കും ചെയ്ത് നോക്കിക്കോണം. 0.20. അടുത്തത് 1/10 ആണ്. അപ്പോൾ 0.10. അടുത്തത് 1/15, 0.06. അതുപോലെ 1/20, 0.05. 1/25, അതായത് 0.04. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിക്കണം. എന്നിട്ട് അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. സിഗ്മ ഇതെല്ലാം കൂടെ 1/x എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.45. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനി ആ ഇക്വേഷൻ അനുസരിച്ച് n നമുക്കറിയാം, നമ്പർ ഓഫ് ഐറ്റം 5, അത് ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയ സിഗ്മ 1/x, അതായത് 0.45. അപ്പോൾ 5നെ 0.45 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആൻസർ 11.1. ഇതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇത് നമ്പർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്ത് ശീലിക്കുക. അതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസാണ്. ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ ഈ ചെറിയ എണ്ണങ്ങ് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്പറുകളുമുണ്ട്, ഒപ്പം തന്നെ ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, n, ക്യാപിറ്റൽ N. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇക്വേഷൻ എന്താണ്, HM = n/σ f × 1/x എന്ന. f × അതായത് തന്നിരിക്കുന്ന ഓരോ എഫിനെയും 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂ തരും, അതിൻ്റെ 1/x ഇപ്പോൾ കണ്ടതുപോലെ കാണണം. എന്നിട്ട് ഓരോ എഫിനെയും ആ കണ്ട 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്മ f × 1/x. ദാ എക്സാമ്പിൾ, എക്സ് തന്നിരിക്കുന്നു. എക്സ് 8, 12, 16, 20. ഓക്കെ, കുറച്ച് ചെറിയ നമ്പർ മതി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഫ്രീക്വൻസി 17, 15, 10, 8. ആ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുക, ആഡ് ചെയ്യുമ്പോൾ n ക്യാപിറ്റൽ N ആണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 50 കിട്ടി. ഓക്കെ, 50 കിട്ടി. ഇനിയും നമുക്ക് ചെയ്യേണ്ടത് എന്താ, 1/x. ഈ എക്സ് മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ ഓരോ നമ്പറിനെയും 1/x, അതായത് 1/8, 1/12 അങ്ങനെ ചെയ്യാൻ മുമ്പിലത്തെ പോലെ. 1/8 എന്ന് പറയുമ്പോൾ 0.12. അടുത്ത 1/12 അത് 0.08. അടുത്ത 1/16 0.06. ലാസ്റ്റിൽ 1/20 0.05.
ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? എഫ് ഇൻറ്റു 1/x ആണ്. തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ ഓരോന്നിനെയും ഇപ്പം നമുക്ക് കിട്ടിയ 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ഫ്രീക്വൻസി നോക്കൂ, 17. ആദ്യത്തെ 1/x എത്ര? 0.12. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2.04 എന്ന് കിട്ടും. അടുത്ത എഫ് എന്ന് പറയുന്നത് 15. അവിടെ 1/x എന്ന് പറയുന്നത് 0.08. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.20 എന്ന് കിട്ടി. അടുത്തത് 16, അടുത്ത 10. എഫ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10നെ 0.06 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0.60 എന്ന് കിട്ടി. അടുത്തത് 8 ആണ് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി. അതിനെ 1/x ആയ 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.40. അപ്പോൾ എഫ് ഇൻറ്റു 1/x കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ കിട്ടിയ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.24. തീർന്നു, പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് 4.24. അപ്പോൾ ഇനി ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. n/σ f ഇൻറ്റു 1/x. n നമുക്കറിയാം 50 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടി എഫ് ഇൻറ്റു 1/x എന്ന് പറയുന്നത് 4.24. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 4.24 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 11.79. ഈസിയാണ്. അപ്പോൾ നമ്പർ മാറ്റി നിങ്ങൾ ചെയ്ത് ശീലിച്ചോണം. ഇനി ലാസ്റ്റിൽ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിലും സെയിം ഇക്വേഷൻ തന്നെ, ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ്. പിന്നെ നമുക്കറിയാം കണ്ടിന്യൂസിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? മിഡ് എക്സ് എടുത്തോണം. ക്ലാസ്സാണ് തരുന്നത്, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുമാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുക എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. ഈ ക്ലാസ് തന്നു, അതിൻ്റെ മിഡ് വാല്യൂ എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസ്ക്രീറ്റ് സീരീസായിട്ട് മാറും. മനസ്സിലായി? അതായത് കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ അതായത് ഇതുപോലെ ക്ലാസ് കിടക്കും. ഈ ക്ലാസ്സിനെ നമ്മൾ എന്താക്കുകയാണ്? മിഡ് എക്സ് എടുക്കുകയാണ്, മിഡ് വാല്യൂ എടുക്കുക. അപ്പോൾ പിന്നെ എന്താ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടിയില്ലേ? അപ്പോൾ അത് ഡിസ്ക്രീറ്റ് സീരീസായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെയാണ്. എക്സാമ്പിൾ 10-20, 20-30, 30-40, 40-50, 50-60. ഫ്രീക്വൻസി വന്നു 5, 7, 10, 6, 2. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി ആഡ് ചെയ്യുക. എത്ര കിട്ടി? 30 കിട്ടി. ഇനിയും നമ്മൾ ചെയ്യേണ്ട അടുത്തതെന്ന് പറയുന്നത് മിഡ് എക്സ് കാണണം. മിഡ് എക്സ് നമുക്കറിയാം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10, 20, 30 പകുതി എടുക്കുമ്പോൾ 15. അതുപോലെ 20, 30, 50 പകുതി 25. അതുപോലെ 30, 40, 70 പകുതി, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പകുതി എന്ന് പറയുന്നത് 35. അതുപോലെ 40, 50, 90 അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 42. അടുത്തത് 50, 60, 6, 5, 11, 110. 110 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 55. ഇനി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ 1/x. ഇതാണ് എക്സ്. അപ്പം മറ്റേ ക്ലാസ് മാറി. ക്ലാസ്സിൽ നിന്ന് നമ്മൾ മിഡ് എക്സ് എടുത്തതോടുകൂടി ക്ലാസ് കളഞ്ഞു, ക്ലാസ് ഇനിയും വേണ്ട. അപ്പോൾ ഇനി മിഡ് എക്സിൻ്റെ ഓരോന്നിൻ്റെയും 1/x, അതായത് 1/15 എത്ര വരും? 0.06. അടുത്ത 1/25 0.04. അടുത്ത 1/35 0.02. അടുത്ത 1/45 0.02. അതുപോലെ തന്നെ 1/55 ദാറ്റ് ഈസ് 0.01. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മുമ്പിലത്തേപ്പോൾ തന്നെ ഈ ഫ്രീക്വൻസിയെ ഇപ്പോൾ കിട്ടിയ 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ഇൻറ്റു 1/x. ആദ്യത്തെ എഫ് ഏതാണ്? 5. 1/x 0.06. 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.30. അടുത്ത ഫ്രീക്വൻസി 7. 1/x എന്ന് പറയുമ്പോൾ 0.04. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.28. അടുത്ത എഫ് 10 ആണ്. 1/x എന്ന് പറയുന്നത് 0.02. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.20. അടുത്ത എഫ് 6 ആണ്. 1/x എന്ന് പറയുമ്പോൾ 0.02 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.12. അടുത്ത എഫ് എന്ന് പറയുന്നത് 2 ആണ്. 1/x എന്ന് പറയുന്നത് 0.01 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.02. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ കിട്ടിയ എഫ് ഇൻറ്റു 1/xനെ ആഡ് ചെയ്യുക. അത് മേളിൽ നിന്ന് കീപ്പോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സിഗ്മ 0.92. അത്രയേ ഉള്ളൂ, 0.92. ഇനി നമ്മൾ ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുന്നു. n ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഇൻറ്റു 1/x. n നമുക്കറിയാം 30 ആണ്, 30. പിന്നെ സിഗ്മ എഫ് ഇൻറ്റു 1/x നമുക്കറിയാം ഇപ്പോൾ കിട്ടി 0.92. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 0.92 ആൻസർ 32.60. ഇത്രയേ ഉള്ളൂ സംഭവം.
അപ്പോൾ 3 സീരീസും ഞാൻ കാണിച്ചു. എന്നിട്ട് നിങ്ങൾ നമ്പർ മാറ്റി ഒന്ന് ചെയ്ത് പരിശീലിച്ചോണം. ഇത്രയുള്ള സംഭവം ഞാൻ പറഞ്ഞില്ലേ, ജനറൽ പ്രൈസിൻ്റെ ആവറേജുകൾ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ആവറേജുകൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആവറേജ്, സ്പീഡിൻ്റെ ആവറേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതൊരു പോപ്പുലർ കാൽക്കുലേഷൻ അല്ല, അല്ലെ പോപ്പുലർ മീൻ സിസ്റ്റം അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹാർമോണിക് മീനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ഈ മീനിൻ്റെ അതിലിപ്പോൾ ഞാൻ അർത്തമാറ്റിക് മീൻ പറഞ്ഞു, വെയ്റ്റഡ് മീൻ പറഞ്ഞു, ഹാർമോണിക് മീൻ പറഞ്ഞു. ഇനി അടുത്ത ഒരെണ്ണമുണ്ട്, അത് ജോമെട്രിക് മീൻ എന്ന് പറയും. ജോമെട്രിക് മീൻ അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കെ, ശരി.